ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ പാൽ ഐസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ, അതുമാത്രമല്ല ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് കടകളിൽ നിന്നൊന്നും കുട്ടികൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ കുറഞ്ഞ ചേരുവകളുണ്ട്, വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്നോടെ ക്ലിക്ക് ചെയ്യണം. ഇനി ഞാനിവിടെ പാൽ ഐസ് ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് പാലിൽ 3/4 ഭാഗത്തോളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1/4 കപ്പ് പാൽ നമുക്ക് മാറ്റി വെക്കണം. ഇനി ബൗളിലേക്ക് ഒഴിച്ച പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അധികം പാൽ ഐസ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുറച്ചധികം പാലെടുക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവും കൂട്ടിയെടുക്കുക. ഇതൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം. ആ സമയത്തിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാലിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ട മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും 3 ചേരുവകൾ കൊണ്ട് മാത്രമാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്കൊരു നുള്ള് വാനില എസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് എസൻസാണ് ഉള്ളതെന്ന് വെച്ചാൽ ഇത് ചേർത്താലും മതി. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ടിപ്പോൾ ഈ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നമ്മൾ ഈ കോൺഫ്ലവർ മിക്സ്ചർ ഈ പാലിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. പിന്നെ ഒരുവിധം ഒന്ന് കുറുകി വരുന്ന പാകം വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നെ ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. നമ്മളിവിടെ കുറഞ്ഞ അളവിൽ തന്നെ പാലെടുത്തേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പാകമായി കിട്ടുകയും ചെയ്യും. അപ്പോൾ പാൽ നിങ്ങൾ കൂടുതൽ എടുക്കുന്നതെങ്കിൽ കോൺഫ്ലോറിൻ്റെ അളവും അതേപോലെ പഞ്ചസാരയുടെ അളവും കൂടെ അതനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. ഈ ഒരു പാകം വരെ നമുക്കൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ചൂടാറ്റി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതേപോലത്തെ മൗൾഡ് വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇങ്ങനത്തെ ഇല്ലെങ്കിലും സാരമില്ല, സാധാരണ ഗ്ലാസ്സിലാണെങ്കിലും ഒഴിച്ചു വെച്ച് നമുക്ക് പാൽ ഐസ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അളവിൽ 1 കപ്പ് പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 4 പാൽ ഐസ് ഉണ്ടാക്കാനുള്ളതേ എനിക്ക് കിട്ടിയുള്ളൂ. നിങ്ങൾ അധികം എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ സ്റ്റിക്ക് വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ചാലും മതി. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. 10 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. 10 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്കെടുത്ത് ഇതൊന്ന് കഴുകിയെടുക്കണം. ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കണം. അതൊന്ന് മെൽറ്റായി കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ മൗളിൽ നിന്ന് ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഉള്ള പാത്രത്തിൽ ഒന്ന് ഇറക്കി വെച്ചാലും മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മൗളിൽ നിന്ന് നമ്മുടെ പാൽ ഐസ് വിട്ട് കിട്ടും. നമ്മുടെ പാൽ ഐസ് തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അതുമാത്രമല്ല, നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ മക്കൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റെസിപ്പി ആയിരിക്കുള്ളൂ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.